വർഷം മുമ്പ് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്ന സെയിം റെസിപ്പി തന്നെ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. രാജ്മ മസാലയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ടൊരു പകുതി സവാളയും ഒരു 7-8 വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി ചൂടായിട്ടുള്ള കടായിലേക്ക് അല്പം ഓയിൽ ഒഴിച്ച് അതിലേക്ക് ചെറിയ ജീരകം, ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുത്ത് ഒരു വാഴയിലയും പിന്നെ ഒരു സവാള പൊടിയായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ഇത് നേരത്തെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു ടൊമാറ്റോ അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്തിട്ടുള്ള രാജ്മ അല്ലെങ്കിൽ കിഡ്നി ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കുക. 2 വെളുത്തുള്ളി അല്ലിയും ഉപ്പും ചേർത്താണ് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. വെള്ളം ഒരുവിധം വറ്റി തുടങ്ങി ഇതുപോലൊരു മസാല പരുവത്തിലാവുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് കസൂരി മേത്തി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചപ്പാത്തിയിലേക്കും ചോറിലേക്കും ഒരുപോലെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നും കൂടിയാണ്. ഇതെപ്പോഴും സെമി ഗ്രേവിയോട് കൂടി വെക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. എരിവിന് വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കാശ്മീരി ചില്ലി അല്ലാതെ നോർമൽ ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക് യു.